guys, so this is a reaction video and ഇത് ഞാൻ ചെയ്യണ്ട എന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ പുള്ളിക്കാരിനെ റിയാക്ട് ചെയ്യാൻ അത്രമേൽ താല്പര്യമില്ല. പക്ഷേ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു, കഴിഞ്ഞ ദിവസം ഞാനൊരു റിയാക്ഷൻ വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് കുറേ പേര് ചോദിച്ചു, വൈ ആർ യു നോട്ട് റിയാക്ടിങ് ദിസ് താത്താനെ മാത്രം എന്തുകൊണ്ട് വെറുതെ വിടുന്നു, താത്താനെ പേടിയാണോ എന്ന് ചോദിച്ചു. ഈവൻ താത്ത പോലും എന്നോട് ചോദിച്ചു, എന്താണ് നീ എന്നെ റിയാക്ട് ചെയ്യാത്തത് എന്ന ചോദ്യമായിട്ട് വന്നതുകൊണ്ട് ദിസ് ഇസ് ഫോർ യു താത്ത. ഞാൻ താങ്കൾക്ക് വേണ്ടി ഈ വീഡിയോ സമർപ്പിക്കുകയാണ്. ഗ്യാസ് കുറ്റി പോകുന്നു, നിങ്ങളുടെ വീടിൻ്റെ അവിടെ വല്ലതും വന്ന് പൊട്ടി വീഴണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അയ്യോ, ഞാൻ അങ്ങനെ പ്രാകുന്ന ഒരു വ്യക്തിയല്ല കേട്ടോ. സോ സഫീന താത്തയിലോട്ട് നമുക്ക് പോവാം. സഫീന താത്ത, ഇതാണ് നിങ്ങളുടെ പൊന്നോമിനായിട്ടുള്ള സഫീന ബീവി, ഷഫീന വ്ളോഗ്സ്, വേറെന്തോ ഒരു പേരും കൂടെ ഉണ്ടല്ലോ, ദേവി ഷഫീന, ദൈവമായിട്ടുള്ള ഷഫീന, എന്തൊക്കെയോ ഷഫീന. സോ വാട്ട് എവർ, നമുക്ക് ഷഫീനെ റിയാക്ട് ചെയ്യാം. ആൻഡ് എനിക്ക് പറയാനുള്ളത്, എനിക്കിവരെ റിയാക്ട് ചെയ്യാൻ സത്യം പറഞ്ഞാൽ അത്രയും താല്പര്യമില്ല. കാരണം ഇവരുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനം അത്രയും മ്ലേച്ഛകരമാണ്. മ്ലേച്ഛം എന്ന് പറഞ്ഞാൽ പോലും പോരാ, അതിലും താഴെ എന്തെങ്കിലും ഉണ്ടോ അതേ ഞാൻ ഇവരുടെ സംസ്കാരത്തിനെയും ഇവരുടെ രീതിനെയും പറയത്തുള്ളൂ. ആൻഡ് ടു ബി ഹോണസ്റ്റ്, ഐ ഫീൽ സോ ബാഡ് ഫോർ ഹർ ഫാമിലി. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഏത് പറയുകയാണ്, ഐ ഫീൽ ബാഡ് ഫോർ ഹർ ഫാമിലി. കാരണം കുറച്ച് കഴിഞ്ഞ് വലുതാകുമ്പോൾ ഇവരുടെ മക്കളൊക്കെ ഇവരുടെ ഈ സംസാരം കേൾക്കുമ്പോഴത്തേക്ക് ആലോചിക്കും, ഓ വാട്ട് എ പിറ്റി. എനിക്ക് ആലോചിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഈ വീഡിയോയിൽ ഷഫീന പറഞ്ഞ കുറച്ച് വളരെ ദീനിപരമായിട്ടുള്ള സംസാരം എന്നോട് സംസാരിച്ച കാര്യങ്ങളാണ് ഞാൻ ഇടാൻ പോകുന്നത്. ഷഫീന ദീനിപരമാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഷഫീന ചില വീഡിയോയിൽ ഇങ്ങനെയാണ് വരാതെ. ഓ മൈ ഗോഡ്, സച്ച് എ ക്യൂട്ടി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ അധികം ലാഗ് ആക്കുന്നില്ല. എന്നെപ്പറ്റി പറഞ്ഞൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, വളരെ നൈസായിട്ടുണ്ട്. ഷഫീനയുടെ തമ്മിലും കാര്യങ്ങളും ഒക്കെ സെറ്റ് സാധനം. ആരാണേലും ഒന്ന് കുത്തിപ്പോവും ഷഫീൻ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ. പക്ഷെ എന്നിട്ട് പോലും ആ വീഡിയോയ്ക്ക് അത്ര റീച്ച് വന്നില്ല എന്നാണ്. ഷഫീൻ എന്തൊക്കെ ശ്രമിച്ചിട്ടും റീച്ച് വരുന്നില്ല. പക്ഷെ അത് സാരമില്ല. ഷഫീനക്ക് ഞാനിവിടെ ഫ്രീ റീച്ച് തരുന്നതാണ്. എനിക്ക് പൈസ ഒന്നും തരണ്ടായിട്ട് ഞാൻ ഫ്രീ ആയിട്ട് റിയാക്ട് ചെയ്യാം. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹായ്, തൊപ്പിയിലൂടെ ഫേമസ് ആയ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവളുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. തൊപ്പിയിലൂടെ ഫേമസ് ആയിട്ടുള്ള പെൺകുട്ടിയുടെ വീഡിയോ വന്നിട്ടുണ്ട്. നാട്ടുകാരെ, കൂട്ടുകാരെ എല്ലാവരും ഓടിവാ. ഫസിയുടെ വീഡിയോ ഇറങ്ങി. ഫസിയുടെ എന്ത് വീഡിയോ, ഫസി എന്ന് പറയത്തില്ല, തൊപ്പിയിലൂടെ ഫേമസ് ആയ പെൺകുട്ടിയുടെ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. എന്ത് വീഡിയോ ആണ് ഇറങ്ങിയിട്ടുള്ളത് എന്ന ആകാംക്ഷയോടെ നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ടാവും. എന്ത് വീഡിയോ ആണത്, എന്താണ് അവളുടെ കുൽസിതങ്ങൾ എന്ന് നിങ്ങൾക്ക് അറിയാൻ ആകാംക്ഷ ഉണ്ടെങ്കിൽ ഗോ ടു ഷഫീനാസ് വ്ളോഗ്സ്. ഷഫീന ഞാനിവിടെ ഫ്രീ പ്രൊമോഷൻ തരുന്നുണ്ട് കേട്ടോ. ഷഫീന അത് കാണാണ്ട് പോകരുത് ബേബി. സോ ബേബീനെ ഞാൻ വിളിക്കത്തുള്ളൂ. ഷഫീനെ വളരെ റെസ്പെക്റ്റോട് കൂടി ഞാൻ സംസാരിക്കത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീഡിയോ കുറച്ച് കഴിയുമ്പോൾ ഞാൻ അത് പറഞ്ഞു തരാം. ബാക്കി നമുക്ക് കേൾക്കാം. ഞാനിത് 2-3 പ്രാവശ്യം എടുത്തു വെച്ച് നോക്കിയിട്ട് എനിക്ക് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാൻ താല്പര്യമില്ല. ഒന്നാമത്തെ കാര്യം, ആ പെൺകുട്ടി അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് അവൾക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ പറയുന്നത്, എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, ഷഫീനെ നമ്മൾ കോടതി റൂമിൽ കൊണ്ടിരുത്തി ഇങ്ങനെ ഒരു ജഡ്ജിയാക്കി മറ്റേ ചുറ്റിക്കൊക്കെ കയ്യിൽ കൊടുത്തിട്ട് ഇടിച്ചിടിച്ച് ആൾക്കാരുടെ വിധി പറയുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഷഫീനയുടെ ഭാവി കാണാൻ പറ്റുന്നത്. ഓ മൈ ഗോഡ്, ഇങ്ങനെ ഷഫീന ഇരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഐ മാനിഫെസ്റ്റ് 2026 ഷഫീന ബിക്കംസ് എ ജഡ്ജി. കാരണം ഷഫീന പലരുടെയും വിധി പറയാറുണ്ട്. ഷഫീനയുടെ മിക്ക വീഡിയോ ഞാൻ കാണാറുണ്ട്. ആൻഡ് ഈ ഷഫീന എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, പലരുടെയും കാര്യത്തിൽ വളരെ മ്ലേച്ഛത്തോടെ ഇങ്ങിരുന്ന് എന്തെങ്കിലുമൊക്കെ വായി തോന്നിയത് വിളിച്ച് പറയുക. എന്തെങ്കിലും അവർക്ക് എന്താണ് തോന്നുന്നത് അതാണ് സത്യം എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അവർക്ക് കാര്യത്തിനെ പറ്റി A to Z ഒരു തേങ്ങ അറിയത്തില്ലായിരിക്കും, എന്നാലും വായ്ത്താളം അടിക്കുന്ന പോലെ ഷഫീന വന്ന് എന്തെങ്കിലും പറയും. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ബാക്കി നമുക്ക് കേൾക്കാം. പണ്ടൊരു പഴഞ്ചൊല്ലില്ലേ, പൊട്ടൻ ചതിച്ചാൽ പൊട്ടനെ ദൈവം ചതിക്കുമെന്നോ, അങ്ങനെ എന്തോ ഉണ്ടല്ലോ. അതുപോലെ ഒരു ടൈമാണ് ആ തൊപ്പി എന്ന് പറയുന്ന പയ്യനെ ഒട്ടി നിൽക്കുക. അത് ആദ്യകാലങ്ങളിൽ തൊപ്പിയുമായിട്ടുള്ള അവളുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ഇവള് സത്യത്തിൽ അവനോട് സീരിയസ് ആയിട്ടുള്ള ഒരു അഫെയർ വെക്കുന്ന സ്ത്രീയെയല്ല. പിന്നെ ഷഫീന അവിടെ വിധി പ്രഖ്യാപിച്ചു, ഞാൻ സീരിയസ് ആയിട്ടല്ല നോക്കിയെന്ന്. അതായത് എനിക്കിത് കേൾക്കുമ്പോൾ തോന്നുന്നത്, ഷഫീന എന്തോ പ്രേമിച്ച പോലെയാണ്. എൻ്റെ സ്ഥാനത്ത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഷഫീനെ കയറിയിട്ട് എൻ്റെ മനസ്സ് വായിച്ച് ഷഫീന താത്ത പ്രേമിച്ച പോലെയാണ് ഷഫീന ഇന്ന് ഡയലോഗ് അടിക്കുന്നത്. എന്തർത്ഥത്തിലാണ്, എന്ത് അർഹതയുണ്ട് പറയാൻ ഐ ഡോണ്ട് നോ ലിറ്ററലി. ബിക്കോസ് എനിക്ക് ഇങ്ങനെയുള്ളവരുടെ വൻ പുച്ഛമാണ്. വന്നിരുന്ന് കസയിട്ട് കൊണ അടിച്ച് ആൾക്കാർ എന്തെങ്കിലും പറയുക, അവനെ ഇതാക്കി, അവനെ തേച്ചു. ടു ബി ഹോണസ്റ്റ്,
എന്തെങ്കിലും ഒരു തെളിവോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കണ്ടിട്ട് ഈ ഡയലോഗ് വന്ന് അമ്മച്ചി അടിക്കുന്നെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ അമ്മച്ചിയുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമ്മച്ചിക്ക് വെറുതെ വായി തോന്നിയത് ഇങ്ങനെ അങ്ങ് വിളിച്ച് കൂവണം. അതിൽ നിന്നൊരു മനസ്സുഖം കാണുന്ന ഒരു ഷെഫീന താനാണ് ഞാൻ ഇവിടെ കണ്ടു വളരുന്നത്. ബാക്കി നമുക്ക് കേൾക്കാം. ഓ, തുമ്മാൻ വരുന്നു. ഷെഫീന് വീഡിയോ ഇടുന്നതിന് മുന്നേ എന്നെ പ്രാകാൻ തുടങ്ങിയെന്നാണ് തോന്നുന്നത്. എന്തോ സംതിങ് റോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സംതിങ് റോങ് ആയിട്ട് ഷെഫീനയ്ക്ക് അപ്പോഴേ ഫീൽ ചെയ്തു. എൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോഴേ ഷെഫീനയുടെ ഉള്ളിൽ പല സംശയങ്ങൾ വന്നു തുടങ്ങി. ഇവൾ എന്തുകൊണ്ടാണ് തൊപ്പീനെ ഒട്ടി നിൽക്കുന്നത്? എന്താണ് ഇവളുടെ ലക്ഷ്യം? സംശയങ്ങൾ. തൊപ്പിയെ ഒട്ടി നിന്നാൽ മാത്രമേ ഫേമസ് ആകാൻ പറ്റുള്ളൂ. അപ്പം കേരളക്കാരൊട്ടാകെ എനിക്ക് തോന്നുന്നു തൊപ്പീനെ ഒട്ടി നിന്നാൽ മാത്രമേ റീച്ച് കിട്ടുള്ളൂ, തൊപ്പിയായിട്ട് നടന്നാൽ മാത്രമേ റീച്ച് കിട്ടുള്ളൂ. ഇവർ ഈ വീഡിയോയിൽ ഒരു 100 വട്ടം ഇത് സെയിം സെൻറ്റൻസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആ റിപ്പീറ്റ് ചെയ്യുന്ന സാധനം ഞാൻ ഇടുന്നില്ല. ബട്ട് ഐ ഡോണ്ട് നോ, ജസ്റ്റ് ബിക്കോസ് യു ഡേറ്റ് സമ്മൺ ഫേമസ് അതിൻ്റെ അർത്ഥം അവർ ഫേമസ് ആയതുകൊണ്ട് നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ ഒരു സിനിമാ നടനെ കെട്ടുന്നു, അത് അവർ സിനിമാ നടനായതുകൊണ്ട് അവരെ കെട്ടണം എന്നൊന്നും ഇല്ലല്ലോ. ഒരാൾ ഫേമസ് ആയതുകൊണ്ട് അവരായിട്ട് റിലേഷൻ ആയി പോയിട്ട് ആൻഡ് അവരായിട്ട് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ അവരെ ഫെയിമിന് വേണ്ടിയാണ് നോക്കുന്നതെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പുച്ഛമാണ് അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുടെ. ആൻഡ് ഐ ഡോണ്ട് നോ, ഐ ഡിൻറ്റ് ഈവൻ വോണ്ട് ടു കം ടു ദ പബ്ലിക്. എനിക്ക് അങ്ങനെ ഒരു പേര് കിട്ടണമെന്നോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ സാധനം വേണമെന്നോ ഒരു ഇതും ഇല്ലായിരുന്നു, ഒരു ആഗ്രഹവും ഇല്ലായിരുന്നു. പക്ഷേ സർക്കംസ്റ്റൻസസ് ആൻഡ് ആ ഒരു സംഭവം അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ആയി വന്ന കാര്യമാണ്. അതെടുത്ത ആൾക്കാർ കുത്തിപ്പൊക്കി ഞാൻ അതിന് വേണ്ടി നിന്നു, അവനെ ഒട്ടിയത് അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ കുറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇങ്ങനെയുള്ള അമ്മച്ചിമാരുടെ ചിന്താഗതി, ആൻഡ് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവർക്ക് എൻ്റെ ഉമ്മയുടെ പ്രായം ഉണ്ടെന്ന് തോന്നുന്നു. സോ ആ ഒരു ബേസിക് തലമുറ ചിന്താഗതി വെച്ചിട്ട് ഞാൻ ഇവരെ കാണുന്നുള്ളൂ. കുലസ്ത്രീയായിട്ടുള്ള ഷെഫീന ബീവിയുടെ ചിന്താഗതിയായിട്ട് ഞാൻ കാണുന്നുള്ളൂ. സോ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. അത്യാവശ്യം ഫാൻ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്, ഇല്ല എന്നല്ല, തീരെ അങ്ങ് ലോ ലെവൽ അല്ല. പക്ഷെ അവനെ ഒട്ടി നിന്നാൽ അവന് അത്രത്തോളം ഫാൻസ് ഉണ്ട്, അത്രത്തോളം ഫോളോവേഴ്സ് ഉണ്ട്. അപ്പൊ ആ ഫോളോവേഴ്സ് എല്ലാം തന്നെ അവനെ പ്രേമിക്കുന്ന പെണ്ണ് എന്ന് പറയുമ്പോൾ അത്രയും പേരും കൂടെ അവൾക്ക് ആഡ് ഓൺ ആയി കിട്ടും. അത്യാവശ്യം ഫാൻ ബേസ് ഉണ്ടെന്ന് അവർ പറയുന്നത്. അത്യാവശ്യം ഫാൻ ബേസ് എന്ന് വെച്ചാൽ എനിക്ക് ആ ടൈമിൽ ഫാൻ ബേസ് എന്നുള്ള സാധനമൊന്നുമില്ല. ഐ ജസ്റ്റ് ഹാഡ് 106K ഫോളോവേഴ്സ്. ഇതിനെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. 106K ഫോളോവേഴ്സ് ഉള്ളപ്പോഴാണ് ഐ വെൻറ്റ് ഇൻ ടു ദാറ്റ് റിലേഷൻ ആൻഡ് അത് 229Kയിലോട്ട് പോയി. അത് ഞാൻ ആൾക്കാരുടെ എന്നെ ഫോളോ ചെയ്യുന്നോ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണം, നിങ്ങൾ എൻ്റെ കണ്ടന്റ് കാണണമെന്ന് ഞാൻ എവിടെയും പോയി മറ്റേ മൈക്ക് വിളിച്ച് കൂവിയിട്ടൊന്നുമില്ല. എന്നെ സ്വന്തമായിട്ട് ആൾക്കാർ ഫോളോ ചെയ്തു. അത് കഴിഞ്ഞ് ബ്രേക്കപ്പ് ആയപ്പോൾ സ്വന്തമായിട്ട് ആൾക്കാർ അൺഫോളോ ചെയ്തു, തെറി പറഞ്ഞു. ഐ ഡോണ്ട് നോ എന്തിനാണെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. ആൻഡ് ബാക്കി കേൾക്കാം. എന്നിട്ട് അവരെ വെച്ച് റീച്ച് ആവുക, അതിൽ കൂടെ പണം സമ്പാദിക്കുക, ഫെയിം ഉണ്ടാക്കുക, അതായിരുന്നു പുള്ളിക്കാരത്തിയുടെ ഉദ്ദേശ ലക്ഷ്യം. ഷെഫീനത്ത അങ്ങ് വരച്ചൊട്ടിച്ച് വെച്ചേക്കുകയാണ്. അതായത് ഞാൻ റീച്ച് ഉണ്ടാക്കി, ഞാൻ അങ്ങ് ഫേമസ് ആയി, ഞാൻ അതിൽ കൂടെ പൈസ ഉണ്ടാക്കി അങ്ങനെ അങ്ങ് കിടന്ന് കളയുക, ഇതാണ് എൻ്റെ ഉദ്ദേശം എന്നാണ് പറയുന്നത്. ഓ മൈ ഗോഡ്, എന്ത് ചിന്താഗതിയാണ്! ഇവരുടെ വീഡിയോ കാണുമ്പോൾ ഞാൻ ആലോചിച്ച് പോയി, ഇവർക്കൊക്കെ ഇങ്ങനെ ഇവർ ആക്ട് ചെയ്യുന്നതാണോ അതോ ഒറിജിനലി ഇവരുടെ മൈൻഡ് സെറ്റ് ഇത്രയും മ്ലേച്ഛമാണോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. പക്ഷേ എനിക്ക് പിന്നീട് മനസ്സിലായത് ഇവരുടെ മൈൻഡ് സെറ്റിലും മ്ലേച്ഛമാണ് ഇവരുടെ വാ എന്നാണ്. ഇവർ വാ തുറന്നാൽ പോയി, വാ തുറന്നാൽ എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ആ ഓഡിയോ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ കേൾക്കണം. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരുടെ സംസ്കാര നിലവാരം. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്നറിയാമോ? ഒരു വ്യക്തി വീട്ടുകാരിൽ നിന്ന് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ വീട്ടുകാരാണ് അവനായിട്ട് മാറുന്നതല്ല, വീട്ടുകാരാണ് അവനെ അങ്ങനെ അവോയ്ഡ് ചെയ്യണത്. അവന്റെ ഈ ഗെയിം എന്ന ഒരു ഭ്രാന്ത് കൊണ്ട് അവനെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്നത് വീട്ടുകാരാണ്. അവൻ്റെ ഗെയിം ഭ്രാന്ത് കാരണം അവനെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയെന്നെങ്കിൽ ഗെയിം ഭ്രാന്ത് കാരണമാണ് വീട്ടിൽ നിന്ന് ഒഴിവാക്കിയെന്ന് ഞാനത് എവിടെയും കേട്ടിട്ടില്ല കേട്ടോ. ബിക്കോസ് ഐ വാസ് ഇൻ എ റിലേഷൻഷിപ്പ് വിത്ത് ദാറ്റ് പേഴ്സൺ. ഗെയിമിൻ്റെ ഭ്രാന്ത് കാരണം ഒന്നൊന്നും അല്ല. അതാ ഞാൻ പറഞ്ഞു, ഇവർക്ക് അങ്ങ് വായി തോന്നിയത് അങ്ങ് വിളിച്ച് കൂവുക. ഷെഫീനത്തെ പറഞ്ഞോ, അതാണ്. അതിൻ്റെ അപ്പുറത്തോട്ട് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഓക്കെ, ഷെഫീനയാണ് ദൈവം. ദേവി ഷെഫീന എന്ന് തന്നെ ഇട്ടിട്ടുണ്ട്, പേരിൽ തന്നെ ഉണ്ട് ദേവി ഷെഫീന. സോ അങ്ങനെ മാറി നിൽക്കുന്ന ഒരു വ്യക്തി അവനുമായിട്ടൊരു ഇഷ്ടം ഉണ്ടാക്കിയെടുക്കുക. ആ ഇഷ്ടം ഓക്കെ, ആ ഇഷ്ടം ശരിക്കും പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ടായിരുന്നെങ്കിൽ ആ പയ്യൻ അനുഭവിക്കുന്ന ആ ഒറ്റപ്പെടലിൽ അവനൊരു രക്ഷയുണ്ടാകുമായിരുന്നു. അവൻ ആദ്യമെല്ലാം ഭയങ്കര വൾഗറായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ അവൻ മാറി അവൻ നല്ലൊരു മനുഷ്യനാകും, നല്ലൊരു വ്യക്തിയാകുമായിരുന്നു. അങ്ങനെ നമുക്ക് ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൽ പരം ഒരു സന്തോഷം ഏറെ ഉണ്ടാവുമോ? അത്രത്തോളം നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് നമ്മൾ മൂലം ഒരു വ്യക്തി നന്മയിലേക്ക് എത്തി എന്നുള്ളത്. ഓ ദൈവമേ, എന്തൊക്കെയാ പറഞ്ഞതെന്ന് തന്നെ എനിക്ക് കൺഫ്യൂഷൻ ആയി. ബട്ട് വൺ തിങ് ഐ വോണ്ട് ടു ക്ലിയർ ഇസ്, ഇവർ പറയുന്നുണ്ട് പുള്ളി മുന്നേ വൾഗറായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു, പുള്ളി ഇപ്പോൾ നന്നായെന്ന്.
ആൻഡ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ദ പേഴ്സൺ ഐ വാസ് ഇൻ എ റിലേഷൻ വിത്ത്, എനിക്ക് ആ റിലേഷൻ ആയിരുന്നപ്പോൾ എങ്ങനെയാണോ ഇപ്പം നിങ്ങൾ കാണുന്നത് എങ്ങനെയാണോ ആ ആൾ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഹി വാസ് എ ഗുഡ് പേഴ്സൺ ദെൻ, ഹീ ഈസ് എ ഗുഡ് പേഴ്സൺ നൗ. അല്ലാണ്ട് പുള്ളി വൾഗറായിട്ട് അപ്പം നിന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സോ ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന നിഹാദ് എന്നുള്ളൊരു വ്യക്തിനാണ് ബിഫോർ ലൈക്ക് തൊപ്പി എന്നുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ ആൾ നിങ്ങൾ കാണുമ്പോഴും ഞാൻ കണ്ടിട്ടുള്ള നിഹാദ് എന്നുള്ളൊരു വ്യക്തിയായിരുന്നു. ആൻഡ് ഇവർ ഇത് പറയുന്നുണ്ടല്ലോ ലൈക്ക് ഞാൻ അങ്ങനെ ആക്കി, ഞാൻ അവനെ ഇതാക്കി എന്നൊക്കെ പറയുമ്പോഴും ഐ ഓൾവേസ് സേ, എന്നെ പറ്റി പുള്ളി എവിടെയെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഫൈൻ, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇത് എന്നെ പറ്റി പുള്ളി പറയാത്ത പ്രശ്നങ്ങളാണ് നാട്ടുകാർക്ക്, ലോകത്തിന് എല്ലാവർക്കും ഉള്ള പ്രശ്നം. റിലേഷൻ ആയിരുന്ന രണ്ടുപേർക്ക് ഇല്ലാത്ത ഇല്ലാത്ത പ്രശ്നമാണ് സഫീന താത്തക്കൊക്കെ കയറി വരുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പ്രഷർ. ഐ ഡോണ്ട് നോ വൈ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവില്ല. കാരണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം? എന്താണ് സഫീനത്ത, എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾക്ക് ഇന്ന് വീഡിയോ ഇടാൻ വേറെ കണ്ടന്റ് ഒന്നും കിട്ടിയില്ലേ? എന്താണ് പറയൂ സഫീനത്തൊക്കെ ഞാൻ പറഞ്ഞു സഫീനത്ത ഞാൻ ഇത് കണ്ടന്റ് ആക്കുന്നില്ലെന്ന്. പക്ഷെ സഫീനത്ത എന്നെ കൊണ്ട് കണ്ടന്റ് ആക്കിപ്പിക്കാൻ വേണ്ടി സഫീനത്ത പല രീതിയിൽ എന്നെ പ്രൊവോക്ക് ചെയ്തു. ആ പ്രൊവോക്ക് ചെയ്തത് ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് ഇടാം. ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ ഇട്ട് കാണിച്ചു തരാം. പെണ്ണ് മുഴുക്ക ചെറുക്കനെ പറ്റിക്കുകയായിരുന്നു. ദൈവമേ നാട്ടുകാരെ, ഈ പെണ്ണ് മുഴുക്ക പറ്റിക്കുമായിരുന്നു. മുഴുക്ക മീൻസ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഞാൻ എന്താണ് മുഴുക്ക പറ്റിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഷഫീനത്ത ഒന്ന് ക്ലിയർ ആക്കി തരണേ. മുഴുക്ക പറ്റിച്ചു. ഓടി നടന്ന് പറ്റിച്ചെന്നായിരിക്കുമല്ലോ ഉദ്ദേശിച്ചത്. സാധാരണ ഇങ്ങനെ ഒരു പെൺകുട്ടിക്ക് ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര വേദന തോന്നും. അയ്യോ പാവം കുട്ടി, അതിനിങ്ങനെ പറ്റിച്ചല്ലോ, ചതിച്ചല്ലോ, വഞ്ചകൻ എന്നൊക്കെ തോന്നും. പക്ഷെ ഇത് അനിവാര്യമായ ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നിയതിന്റെ റീസൺ മറ്റൊന്നുമല്ല, ഈ സ്ത്രീ അത് അർഹിക്കുന്നത്. ഞാനത് അർഹിക്കുന്നു. സോ എനിക്കൊരു പ്രശ്നം അല്ലെങ്കിൽ എനിക്കൊരു പ്രോബ്ലം വന്നപ്പോഴത്തേക്ക് അവർ പറയുകയാണ് എനിക്കത് അർഹിക്കുന്നത്. വാട്ട് കൈൻഡ് ഓഫ് എ വുമൺ ആർ യു? നിങ്ങളൊക്കെ സ്ത്രീ എന്ന് വിളിക്കാൻ പറ്റുമെന്ന് ആലോചിക്കുന്നത്. ഞാൻ എൻ്റെ മുന്നിൽ വന്നായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ തുപ്പുമായിരുന്നു, സത്യം പറയാമല്ലോ. കാരണം യു ഡോണ്ട് ഡിസേർവ് റെസ്പെക്റ്റ് അറ്റ് ഓൾ. ഞാൻ പല സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. ആൻഡ് എൻ്റെ ഉമ്മയുടെ പ്രായമൊക്കെ ഉള്ള സ്ത്രീകളെ ഞാൻ അത്രയും എന്തും മ്ലേച്ഛമാണെങ്കിലും ഞാൻ കുറച്ച് ബഹുമാനം കൊടുക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ എന്ന് പറയുന്ന ഈ തള്ള അത് തീരെ അർഹിക്കുന്നില്ല. തള്ളേന്ന് തന്നെ ഞാൻ വിളിക്കുന്നത്. ഞാൻ തള്ളേന്ന് ഇവരെ വിളിച്ചായിരുന്നു. തള്ളേന്ന് വിളിക്കുന്നതിന് മുന്നേ ഇവർ വളരെ മ്ലേച്ഛമായിട്ടുള്ളൊരു പദം എന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ തള്ളയിൽ ഒതുക്കിയത്. പക്ഷെ ഇപ്പം ഞാൻ പബ്ലിക്കലി ഞാൻ പറയാണ്, ഈ തള്ളയ്ക്ക് വേറെ എന്തോ സൂക്കേടാണെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്തോ കൂടിയ അസുഖമാണ് ഷെഫീനയിൽ ഒളിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഷെഫീന ട്രീറ്റ്മെൻറ്റ് എടുക്കണം. കാരണം ഷെഫീനയുടെ സംസാരം കേട്ടിരിക്കാൻ പറ്റത്തില്ല ഗൈസ്. സാധാരണ ഒരു സ്ത്രീക്ക് സംസാരിക്കാൻ പറ്റിയ ലെവലിലല്ല ഷെഫീന സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഷെഫീനേനെ ഒരിക്കലും കുറ്റപ്പെടുത്തല്ല കേട്ടോ. ഷെഫീനയ്ക്ക് എന്തോ അസുഖം ഉണ്ടോ ഞാൻ പറയത്തുള്ളൂ. അല്ലാണ്ട് ഞാൻ അത് ഷെഫീനയുടെ സ്വഭാവമാണെന്നൊന്നും ഞാൻ പറയത്തില്ല ഇവിടെ വന്നിട്ട്. ഷെഫീനയുടെ ഒരു അണ്ടർലൈൻ കണ്ടീഷനാണ് വാ തുറന്നാൽ വാവിട്ട തെറി പറയുന്നത്. ആ കണ്ടീഷൻ ചികിത്സിച്ചില്ലെങ്കിൽ എവിടെന്നെങ്കിലും നല്ലത് കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നതല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് കിട്ടും. എന്തൊക്കെയായിരുന്നു പുകിലുകൾ ആ പയ്യനെ വെച്ചിട്ട്. ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തു. എല്ലാ ഇന്റർവ്യൂവിലും അവൻ ചോദിക്കുന്നുണ്ട് നീ എന്നെ വിവാഹം കഴിക്കില്ലേ എന്ന്. അപ്പം അപ്പോഴത്തന്നെ ഇവളുടെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോഴേ അറിയാം ഇത് കാര്യമായിട്ട് അവനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചേർന്ന് നിൽക്കുന്നതാണെന്ന്. ഓക്കെ, ഇവർ പറയുന്ന ഇന്റർവ്യൂവിൽ എൻ്റെ മുഖഭാവങ്ങൾ കണ്ടിട്ട് ഇവർക്ക് മനസ്സിലായി ഞാൻ കെട്ടത്തില്ല, ഞാനങ്ങ് പറ്റിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. ടു ബി ഹോണസ്റ്റ്, ഞാൻ ആദ്യമായിട്ടാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷനായിരിക്കും ഇവരെൻ്റെ മുഖത്ത് കണ്ടിട്ടുണ്ടാവുക. ആൻഡ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, സ്പോട്ടിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഒരു ഐഡിയ ഇല്ലാണ്ട് നമ്മൾ അതിനിങ്ങനെ വെണ്ടയ്ക്കാൻ വിളിച്ച പോലെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ചിലത് കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റക്കായി പോകും. ഞാൻ സ്റ്റക്കായി പോകാറുണ്ട്. അത് എൻ്റെ മുഖഭാവം അവർ സൂം ചെയ്തിട്ട് അവരെ സിൻസിയറായിട്ടാണോ സ്നേഹിക്കുന്നത്, ഇവളുടെ കണ്ണിൻ്റെ ഉള്ളിൽ ഇവർക്ക് ഇഷ്ടമുണ്ടോ എന്ന് സഫീന പോലെ കുരുപൊട്ടുന്ന ആൾക്കാർ നോക്കുമ്പോൾ അവർക്കത് പല രീതിയിൽ തോന്നാം. ബട്ട് ടു ബി ഓണസ്റ്റ്, എൻ്റെ പേടിയാണ് നിങ്ങളവിടെ കണ്ടിട്ടുണ്ടാവുക. ദാറ്റ് വാസ് വാട്ട് ഐ ഫെൽറ്റ്. സോ ഒരു വ്യക്തിയെ വളരെ വിശ്വസിക്കുന്ന രീതിയിൽ അവനോട് പ്രവർത്തിച്ച് അവൻ്റെ കൂടെ ഒട്ടിയിരുന്ന് അവൻ്റെ എല്ലാ ഫെസിലിറ്റീസ് അവനെ കൊണ്ട് എന്തൊക്കെ നേടാൻ പറ്റുമോ അതൊക്കെ നേടിയ ശേഷം കറിവേപ്പില പോലെ അവനെ വലിച്ചെറിഞ്ഞപ്പോൾ അവൻ കരഞ്ഞാരോടും കഥ പറഞ്ഞില്ല. അവൻ ഇതുപോലൊരു അവസ്ഥയും വന്ന് പറഞ്ഞില്ല, നിന്നെ നാറ്റിയില്ല, നാണം കെടുത്തില്ല. ഞാൻ അതിലാണ് ഈ തൊപ്പി എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ശരിക്കും അവൻ്റെ ക്രെഡിബിലിറ്റി എനിക്ക് അവിടെയാണ് മനസ്സിലായത്.
ഓക്കെ, ഐ എഗ്രി. തൊപ്പിയുടെ ക്രെഡിബിലിറ്റി എനിക്കും മനസ്സിലാവുന്നുണ്ട്. എന്നെപ്പറ്റി എവിടെയും നാറ്റിച്ചിട്ടില്ല, എന്നെപ്പറ്റി എവിടെയും മോശം വന്നിട്ടില്ല. അതാണ് ഞാൻ ഇത്രയും നേരമായിട്ട് നിങ്ങളോട് പറയുന്നത്. എന്നെപ്പറ്റി മോശം പറയാൻ ഞാൻ പുള്ളിയോടൊന്നും ചെയ്തിട്ടില്ല. ബേസിക്കലി ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ട് പിരിഞ്ഞ ആൾക്കാരല്ല. പിന്നെ എന്തുകൊണ്ട് പുള്ളി എന്നെ വന്ന് നാറ്റിക്കണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് പുള്ളി വന്ന് കഥ പറയണം? ആൻഡ് അത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യമല്ലേ, അത് ഇത്ര വന്നിട്ട് ഷെഫീനാക്ക് അങ്ങ് സഹിക്കുന്നില്ല. ഷെഫീനാക്ക് എന്നെപ്പറ്റി എവിടെയെങ്കിലും എന്നെപ്പറ്റി കുറ്റം കേൾക്കണമായിരുന്നു ഷെഫീനാക്ക്. അതാണ് ഷെഫീന താത്തായുടെ ഉള്ളിൻ്റെ ആഗ്രഹം. പക്ഷെ അത് കേൾക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഷെഫീനകത്ത് ഇങ്ങനെ ഒരു കഥ വന്നിരുന്ന് പറഞ്ഞിട്ട് അയ്യോ ആ പാവം ചെറുക്കനെ അവൾ വന്ന് പറ്റിച്ചെന്ന് സ്വന്തമായിട്ടൊരു പേഴ്സ്പെക്റ്റീവ് എടുത്തിട്ട് അങ്ങ് വന്ന് ഡയലോഗ് അടിക്കുക. ഇതാണ് ഷെഫീന ചെയ്യുന്നത്. സാധാരണ ഈ പ്രായത്തിലുള്ള ഒരു പയ്യനാണെങ്കിൽ ഒരു പെൺകുട്ടി വേണ്ടെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അത് പറയുന്നത്. കൊല്ലുക, ആസിഡ് എറിയുക, മോശം പറയുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ബ്രേക്കപ്പ് ആകുമ്പോൾ തന്നെ അവള് പിഴയാണെന്നെങ്കിലും പറയുക. ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ചെറുക്കൻ എത്ര സമാധാനപൂർവ്വമായിട്ടാണ് അതിനെ അവൻ ഹാൻഡിൽ ചെയ്തത്. അവനത് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, വേണ്ട, ഇറ്റ്സ് ഓക്കെ, വേണ്ട. അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ മാത്രമല്ല മെച്ചുവേർഡ് ബ്രേക്കപ്പ് ആയിരുന്നു ഞങ്ങളുടെ. എനിക്ക് തോന്നുന്നു ഇവർ പറയുന്നത് ബേസിക്കലി ബ്രേക്കപ്പ് ആകുന്ന ആൾക്കാർ ആസിഡ് ഒഴിക്കും, കൊല്ലും. ഓക്കെ, ടു ബി ഫ്രാങ്ക്, ഒരു ലെവൽ വരെ അതുണ്ട്. എന്ന് വെച്ച് ജനറലൈസ് ചെയ്തിട്ട് ബ്രേക്കപ്പ് ആകുന്ന ആൾക്കാർ മൊത്തം പിഴയാണ്, അല്ലെങ്കിൽ ആസിഡ് ഒഴിക്കും, കൊല്ലും എന്നൊക്കെ പറയാൻ എന്താണ്? ഷെഫീനൊക്കെ വളരെയധികം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനത്തെ ചില അനുഭവങ്ങളിൽ എന്നെനിക്ക് തോന്നുന്നു. എനിക്കത് ഫീൽ ചെയ്തതാണെന്ന് തോന്നുന്നു കേട്ടോ. ഒരു ഫോമായിരുന്നു. അത്രത്തോളം സാധുവായ ഒരു പയ്യനെ പറ്റിച്ച നിനക്ക് ഇതല്ല ഇതിന്റെ അപ്പുറം വരണം. പിന്നെ ഇതല്ല ഇതിൻ്റെ അപ്പുറം എനിക്ക് കിട്ടണം എന്നാണ് ഷെഫീനത്തെ പറയുന്നത്. ഷെഫീനാണല്ലോ കോടതി. ഒന്ന് ഞാൻ പറഞ്ഞാൽ കൂടിപ്പോയി. എനിക്കിവർ വീഡിയോ ആയതുകൊണ്ട് എനിക്കിവരെ പറയാനൊന്നുമില്ല. ആൻഡ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇതിനെനിക്ക് എന്ത് ഹെയ്റ്റ് കിട്ടിയാലും കുഴപ്പമില്ല. ഞാൻ ഈ സ്ത്രീനെ ഒരു 1% പോലും റെസ്പെക്ട് ചെയ്യുന്നില്ല. എനിക്ക് അത്രയും പുച്ഛമാണ് ഈ തള്ളേനെ, സത്യം പറയാലോ. പണ്ടൊക്കെയാണ് അടുത്ത ജന്മം അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നത്. ഇപ്പോഴങ്ങനെയല്ല, കൂടെ അങ്ങോട്ട് തരും. ഇപ്പൊ അവിടുത്തെ കണക്ക് പുസ്തകം ഭയങ്കര സ്പീഡാ, പെട്ടെന്നാണ് അതിന്റെ ഒരു റിസൾട്ട് വരിക. ഓക്കെ, സോ ഷീ ടോൾ ബേസിക്കലി എനിക്ക് കർമ്മ കിട്ടിയതാണെന്ന്. കുഴപ്പമില്ല ഷെഫീനത്ത, ഞാനത് സ്വീകരിക്കുന്നു. ഐ എം വെരി ഹാപ്പി ഇൻ മൈ ലൈഫ്. എനിക്കത് പ്രശ്നമില്ല. ഷെഫീനത്ത, എനിക്കില്ലാത്ത വിഷമം ഷെഫീനത്തൊക്കെ വേണ്ട കേട്ടോ. എനിക്കങ്ങനെ കർമ്മ കിട്ടിയെന്നോ അല്ലെങ്കിൽ എനിക്കങ്ങനെ പ്രശ്നം ഉണ്ടായെന്നോ എനിക്ക് ബേസിക്കലി തോന്നുന്നില്ല. ഐ സീ ഇറ്റ് ആസ് എ ലൈഫ് ലെസൺ. എനിക്കതിൽ നിന്ന് ഒരു വിഷമോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല. സോ ഷെഫീനത്ത സങ്കടപ്പെടണ്ട. ഫസിമോൾക്ക് ഒരു വിഷമമില്ല. ഫസിമോൾ ഇവിടെ ഓക്കെ ആണ്. അതാണ് ഇപ്പൊ നിനക്ക് കിട്ടിയ ഈ ഒരു മറുപടി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നീ ഇത് അർഹിക്കുന്ന സാധനം വാങ്ങി അങ്ങോട്ട് പെട്ടിക്കകത്ത് വെച്ചേക്കാം. ഇവക്ക് വേണ്ടി വായ്ത്താളം അടിക്കുകയും ഇവളെ സപ്പോർട്ട് ചെയ്യുകയും അവൻ കുഴപ്പമാണെന്ന് കാണിക്കാൻ വേണ്ടി വീഡിയോ ചെയ്യുന്ന എല്ലാ പൊതുവിജ്ഞാന കേന്ദ്രങ്ങൾക്കും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇവൾ ചെയ്തതിനുള്ള പ്രതിഫലമാണ് അവൾ ഇപ്പൊ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചെയ്തതിനുള്ള പ്രതിഫലമാണ്. എൻ്റെ പൊന്നി തള്ളയോട് ഞാൻ പറഞ്ഞു മടുത്ത്. ഇവര് വീഡിയോയിൽ ഒരു ഉടനീളം ഇവരിത് തന്നെയാണ് പറയുന്നത്. ഇവള് ചെയ്തതിന് ഇവക്ക് കിട്ടി, ഇവള് ചെയ്തതിന് ഇവൾ അനുഭവിക്കും. എൻ്റെ പോലെ ഹസ്ബൻഡ് അങ്ങ് മുടിഞ്ഞു പോണേന്നാണ് ഇവര് ബേസിക്കലി പറയുന്നത്. ആ ഒറ്റയടിക്ക് പറഞ്ഞ പോലെ തള്ള, എന്തിനാണ് നിങ്ങളിങ്ങനെ മുട്ടിന് ഇരുന്ന് പറയുന്നത്? ഇവളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഉള്ള വില കൂടെ കളയാതിരിക്കുക. ഇതിനെ ഇനി ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോളൂ, ചതിച്ചിയാണ് എന്നൊരിക്കൽ തെളിയിച്ചതാണ്. സുഗതനൊരു കെട്ട് പൊട്ടിയ പട്ടമായിരുന്നു, സുഗതനൊരു കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു. ആ പയ്യന് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തത് കൊണ്ട് നീ രക്ഷപ്പെട്ട്, അവൻ ഒരു ഭ്രാന്തനല്ലാത്തത് കൊണ്ട് നീ രക്ഷപ്പെട്ട്. സത്യത്തിൽ തൊപ്പി എന്ന വ്യക്തി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിയത് നീ എന്ന വ്യക്തി വന്ന് അവനെ തേച്ചിട്ട് പോയപ്പോഴാണ്. നല്ല ഫസ്റ്റ് ക്ലാസ് തേപ്പായിരുന്നു തേച്ചത്. ഫസ്റ്റ് ക്ലാസ് തേപ്പ് തേച്ചു. ഓഹ്, പിന്നെ ഷെഫീന അങ്ങ് വിധി എഴുതി. എൻ്റെ പൊന്നെ, എനിക്ക് വയ്യ. എനിക്ക് ഇവരോട് എന്താ പറയണറിയാം. ഇവരുടെ വീഡിയോ ഇതാണ്, ഞാൻ ഇവരുടെ വീഡിയോ റിയാക്ട് ചെയ്തു. ഇവരുടെ വീഡിയോ കാണുമ്പോഴല്ലോ എനിക്ക് അങ്ങോട്ട് ഭയങ്കര ഐ ഫീൽ വെരി ഡിസ്ഗസ്റ്റഡ് ആൻഡ് ഇറിറ്റേറ്റഡ്. ഇവരുടെ ആ മുഖഭാവം കാണുമ്പോൾ തന്നെ, ഇവരിരുന്ന് സംസാരിക്കുന്ന രീതി, അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് കൊടുക്കാം. ഇരുന്ന് സംസാരിക്കുന്ന രീതി കാണുമ്പോൾ തന്നെ നമുക്ക് അടിച്ച് ചെവിക്കല്ലടിച്ച് പൊട്ടിക്കാൻ തോന്നും, സത്യം പറയാൻ, ലിറ്ററലി ടു ബി ഹോണസ്റ്റ്. തൊപ്പി നല്ലവനാണ്, തൊപ്പിയെ നീ കെട്ടിയേ പറ്റുള്ളൂ എന്നൊന്നും നമ്മൾ പറയത്തില്ല. പക്ഷേ ഒരാൾക്കൊരു പ്രതീക്ഷ കൊടുത്ത് അയാൾക്കൊപ്പം നടന്ന് പല ഇന്റർവ്യൂകളിൽ പോലും വന്നിരുന്നു കൊണ്ട് കൊണവതിയാരം പറഞ്ഞ ശേഷം അവൻ കൊള്ളത്തില്ല, ഞാൻ അവനെ വിട്ടിറങ്ങുന്നു എന്ന് പറയുമ്പം നിനക്ക് അത്രയേ ഉള്ളൂ മൂല്യം എന്നുള്ളതാണ്. അവൻ കൊള്ളത്തില്ല എന്ന് ഞാൻ പറഞ്ഞെന്നാണ് ഷെഫീന പറയുന്നത്. ഷെഫീന താത്താനെ ഞാൻ വെല്ലുവിളിക്കുക, തള്ളനെ വെല്ലുവിളിക്കുകയാണ്. ഞാൻ എവിടെയാണ് തൊപ്പി കൊള്ളത്തില്ല അല്ലെങ്കിൽ തൊപ്പി ഒരു മോശം വ്യക്തി ഞാൻ പറഞ്ഞിട്ടുള്ളത്? ഒരാളോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് ഷെഫീനത്ത ഇങ്ങനെ വന്നിരുന്ന പേഴ്സ്പെക്റ്റീവ് അടിക്കുമ്പോൾ ഓക്കെ, എനിക്ക് പേഴ്സ്പെക്റ്റീവ് മനസ്സിലാവും. പക്ഷെ ഞാൻ പറയാത്ത കാര്യം എൻ്റെ തലയിലോട്ട് തള്ള ഇടരുത്. മനസ്സിലായോ? പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പറയുക. അല്ലെങ്കിൽ ഞാൻ പറയാത്ത കാര്യം, ഞാൻ അവൻ കൊള്ളത്തില്ലെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. സോ പറയാത്ത കാര്യം പറയരുത് ഷെഫീന ബീവി. ഇത് ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പറയണമെന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞതാണ്. സ്ത്രീയോ?
സ്ത്രീയിലൊക്കെ നിങ്ങളെ കൂട്ടുവോ സ്ത്രീയുടെ വില കളയാനായിട്ട്? ഛേ. എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ചാനൽ അടിച്ച് പൊട്ടിച്ച് തകർത്ത് അവരെ എവിടെയെങ്കിലും കൊണ്ട് അവരെ ഇട് എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇനി ഇവര് ഓക്കെ, ഇനി ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇവരുടെ ഫേസ്ബുക്ക് പേരാണ് ദേവി ഷെഫീന. ദേവി ഷെഫീനയുടെ ഒരു പോസ്റ്റർ ഇവിടെ കൊടുക്കാം. ഇതിൽ നിങ്ങൾ അവരുടെ ക്യാപ്ഷൻ വായിച്ചാൽ തന്നെ മനസ്സിലാവും ഇവരുടെ നിലവാരം. ഇവർ ഇങ്ങനെയാണ് ആൾക്കാരെ പറ്റി സംസാരിക്കുന്നത്. അത്രയും ഡിസ്ഗസ്റ്റിംഗ് ലാംഗ്വേജ്, അതായത് ഒരാളോട് സംസാരിക്കേണ്ട ലാംഗ്വേജ് അല്ല ഇവർ ഉപയോഗിക്കുന്നത്. അത്രയും മോശപ്പെട്ട ഒരു ലാംഗ്വേജാണ് ഇവർ ഉപയോഗിക്കുന്നത്. എനിക്കത് വായിച്ചപ്പോൾ തന്നെ എന്നായിപ്പോയി. പിന്നെ അവരിൽ നിന്ന് ഞാൻ അത്രയും നിലവാരം പ്രതീക്ഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാനതങ്ങ് തിരിച്ച് വിഴുങ്ങി. ഇത്രയൊക്കെ മതി, ഇത്രയൊക്കെ ഇതാണ് അവരെന്ന് എനിക്ക് മനസ്സിലായി. ആൻഡ് പിന്നെ ഇതേ തെറി വിളിക്കുന്ന ആൾ വരുന്ന രീതിയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കണത്. ഇത്രയും സംസ്കാര നിലപാടുള്ള ആൾ വരുന്ന രീതിയാണ്. തലയിൽ തട്ടൊക്കെ ഇട്ടിട്ടാണ് ഷെഫീന വന്നിരിക്കുന്നത്. എന്നിട്ട് പേരോ ദേവി ഷെഫീന. എൻ്റെ പൊന്നു, തള്ളയ്ക്ക് വെളിവില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു ബോധവും ഇല്ല. അപാര സാധനം തന്നെ. ആൻഡ് ഐ ഡിഡ്ന്റ് ഫൈൻഡ് ഹർ. ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ പുള്ളിക്കാരുടെ ഇൻസ്റ്റ സെർച്ച് ചെയ്തിട്ട് എനിക്ക് ഒരു അക്കൗണ്ട് കിട്ടി. ആ അക്കൗണ്ട് അവരുടെ ആണെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം അതിലവർക്ക് ഫോളോവേഴ്സ് ഇല്ല. 1200 ഫോളോവേഴ്സേ ഉള്ളൂ. പിന്നെ അവരുടെ ഇത് അക്കൗണ്ട് നിങ്ങൾ കണ്ടു നോക്ക്. 68 ലൈക്ക്, 9 ലൈക്ക്, 3 ലൈക്ക്. അത്രയും ഗതികേടിലാണ് ഷെഫീന ജീവിക്കുന്നത്. അപ്പോൾ ആ അക്കൗണ്ട് കാണുമ്പോൾ നമ്മൾ ബേസിക്കലി ആലോചിക്കും, ഇത് ഇവരുടെ അക്കൗണ്ട് തന്നെയാണോ? ഇത്രയും ഗതികേടിലാണോ ഇവർ? അതായത് ഫാൻ പേജ് വല്ലതും ആണോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഐ ഡിഡ്ന്റ് നോ ഇറ്റ് വാസ് ദർ അക്കൗണ്ട്. അവരിത്രയും അടിത്തട്ടിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ അവർക്ക് ഹലോ എന്ന് മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് എവിടെ കൊടുക്കാം. അപ്പോൾ അവർ ഹായ് എന്ന് പറഞ്ഞു. പിന്നീട് നിങ്ങൾ കാണുന്ന സ്ക്രീൻഷോട്ട് എന്താണെന്ന് വെച്ചാൽ ഒന്ന് പോ തള്ളേന്നാണ്. ഈ ഒന്ന് പോ തള്ളേന്ന് ഹായ് അയച്ച ഒരാൾ, ഞാൻ ഹലോ അയച്ചിട്ട്, ഞാൻ അങ്ങോട്ട് ഹലോ അയച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഒന്ന് പോ തള്ളേന്ന് ഡയറക്റ്റ്ലി പറയുന്നത്? ഇതിന് മുന്നേ ഇവരുടെ വളരെ മ്ലേച്ഛമായിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു. ഹായ് അയച്ചതിൻ്റെ തൊട്ട് താഴെ ഇവരെന്നെ ഒരു തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ തെറി ഇവർ അൺസെൻഡ് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓ മൈ ഗോഡ്, തള്ള സ്ക്രീൻ റെക്കോർഡ് ചെയ്യുവാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും, അടുത്ത വീഡിയോ ഇടാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് പോ തള്ളേന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഉടനെ അവർ അടുത്ത തെറി വിളിച്ചു. ആ തെറി ഞാൻ ഇവിടെ ഇടാം. അത് ഞാൻ അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തു. കാരണം എനിക്ക് ഇവരുടെ നിലവാരം മനസ്സിലായതുകൊണ്ട് ഞാൻ അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തു. ആ മ്ലേച്ഛമായിട്ടുള്ള സംസാരം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരുടെ മോളുടെ പ്രായം പോലും എനിക്ക് ഉണ്ടാകത്തില്ല. എന്നിട്ടാണ് അവർ വളരെ വൃത്തിയായിട്ട സംസാരിച്ചത്. അത് കഴിഞ്ഞ് അവരെന്ത് ചെയ്തു, അവരത് അൺസെൻഡ് ചെയ്തു. അൺസെൻഡ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുക്കാം. അൺസെൻഡ് ചെയ്തിട്ട് ഞാൻ വാവുന്നിട്ടു, എന്നിട്ടൊരു ഇമോജി ഇട്ടു. ഓക്കെ, എന്നിട്ട് അവർ പറഞ്ഞതാണ്, നിന്നോട് ഇത്രയും സ്റ്റാൻഡേർഡ് മതിയടി. വാവ്, എന്താണ് ഷെഫീനയുടെ മക്കളുടെ ഒരു ഗതികേട് ആലോചിക്കുന്നത്. ഇനി ഷെഫീനയുടെ ഓഡിയോ നമുക്ക് കേൾക്കാം കേട്ടോ. ആൻഡ് ഈ ഓഡിയോ പ്ലേ ചെയ്യുന്നതിന് മുന്നേ 18 വയസ്സിന് താഴെയുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സ്കിപ്പ് ദ വീഡിയോ. നിങ്ങൾ ഈ ഓഡിയോ കേൾക്കാൻ നിൽക്കരുത്. ആൻഡ് അടുത്ത ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെഡ്സെറ്റ് ഉപയോഗിച്ച് മാത്രം ഈ വീഡിയോ കേൾക്കുക. ഉറക്കനെ കേൾക്കരുത്. ഇപ്പം ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്ന ഓഡിയോ ഞാൻ ഓൾറെഡി വാർണിംഗ് തന്നു. ഇനി നിങ്ങൾ തന്നില്ല എന്ന് പറയരുത്. ഓഡിയോ നമുക്ക് കേൾക്കാം. എന്റെ വീട്ടിലെ ആൾക്കാർ നിന്നെ പോലെ വ്യഭിചരിച്ച് നടക്കുകയല്ല. ഒരുത്തന്റെ കൂടെ കുറെ നാൾ നടന്ന് അവന്റെ ഫേവർ എടുത്ത് അവന്റെ റീച്ചും എടുത്ത് അതും വാങ്ങി ഞണ്ണിക്കൊണ്ട് കിടന്ന് വേറെ ഒരുത്തന്റെ കൂടെ കുറെ നാൾ കിടന്നിട്ട് അവനെ വേണ്ടാന്ന് വെച്ചിട്ട് അവനെ പറ്റി പരാതി പറഞ്ഞ് മോങ്ങി എളിച്ചോണ്ട് നടക്കുന്ന പോടിയ പരാതി. ഹായ് ഇന്ന് നീ ഇട്ടതിനല്ലേ ഞാൻ മറുപടി ഹായ് ഇട്ടത്. നീ എന്തിന് ഒന്ന് പോ തള്ളേന്ന്? നിന്റെ തള്ളയെ പോയി വിളിയടിയാ പരാതി. ഷെഫീനടുത്ത് കളിക്കാൻ കയറലേ മൈരേ. ഷെഫീനയുടെ അടുത്ത് കളിക്കാൻ കയറല്ലേ നമ്മോ. ഷെഫീന എന്നെ പിടിച്ച് പൊക്കി കയറ്റപ്പോ. എന്റെ മോള് നിന്നെ പോലെ പിഴച്ച് അപരാധിച്ച് നടക്കല്ലടി. നിന്നെ പോലെ കണ്ടടം നിരങ്ങി അപ്പവും വിറ്റ് ജീവിക്കുകയല്ലടി. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയേണ്ടി വരത്തില്ലടി. എനിക്ക് പ്രായ കൂടുതലുണ്ട്, അതിനിപ്പോ എന്താടി? ഞാൻ നിന്നെ പോലെ കഴപ്പെടുത്ത് നടക്കുകയല്ലല്ല. നിന്റെ പ്രായം കഴിഞ്ഞ് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇതുപോലെ ആരുടെയും കഴുത്തിൽ കയറാൻ പോയില്ലടി. അപ്പം പൊളക്കാൻ വേണ്ടി ഞാൻ ഒരുത്തൻ്റെ അടുത്തും പോയില്ലടി. കഴപ്പ് മൂത്ത് നടക്കുന്ന കഴപ്പച്ചി. നീ എൻ്റെ ഒന്ന് കേൾക്കാൻ വേണ്ടി തന്നെ നീ വന്ന് കമന്റ് ഇടുന്നു, ചവീനാത്താന്ന് വിളിക്കാൻ. നീ ഹലോ എന്നിട്ട് ഞാൻ തിരിച്ച് ഹലോ എന്നിട്ട് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാത്തത് നിന്റെ അബ്രിങ്സിന്റെ കുഴപ്പമാണടി. നിന്റെ വീട്ടിൽ നിന്റെ ഉമ്മായും വാപ്പായും വളർത്തിയതിന്റെ കുഴപ്പമാണ്. ഒരാള് ഹലോ ഇട്ടാ പോ തള്ളേ എന്ന് പറയണത്. പിന്നെ ഇത് ഡിലീറ്റ് ചെയ്തോണ്ടാ, താല്പര്യം ഇല്ലാത്തോണ്ട് ഡിലീറ്റ് ചെയ്തതാണ്. നീ ഇതൊന്ന് പബ്ലിഷ് ചെയ്യടിയവരാതി. ബാക്കി നിനക്ക് ഞാൻ അപ്പ തരാം. നിനക്ക് ആളെ മനസ്സിലായില്ലേ? വെച്ചിട്ട് പോടി കാട്ടവരാതി പൂറി മോളെ പന്ന പൊലയാടി.
അവരെന്നോട് ചോദിക്കുന്നുണ്ട് ആ ഓഡിയോയിൽ നിങ്ങൾക്ക് ആളെ മനസ്സിലായി. എനിക്ക് മനസ്സിലായി, വളരെ നിലവാരം കുറഞ്ഞ് അത്രയും തരം താഴ്ന്ന ഒരു തള്ളാന്ന് പോലും വിളിക്കാൻ നിലവാരമില്ലാത്ത ഒരു പുന്നാര സ്ത്രീയാണ് ഷെഫീന ബീവി. ഷെഫീന ബീവി എന്നൊക്കെ പേരിടുമ്പോൾ എന്താണ് താത്ത നിങ്ങളിങ്ങനെ സംസാരിക്കുന്നത്? നിങ്ങൾക്ക് അതാണ് ഞാൻ പറഞ്ഞത്, ഇവർക്ക് എന്തോ പ്രശ്നമുണ്ട്, മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സോ ഗെറ്റ് എ ട്രീറ്റ്മെൻറ്റ് ഡൺ. ബിക്കോസ് ബേസിക്കലി ഈ പ്രായമുള്ള സ്ത്രീകളൊന്നും ഇങ്ങനെ സംസാരിക്കില്ല. പള്ളിയിലച്ഛൻ സംസാരിക്കുന്ന ഇതിലാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും വായിന്ന് വരുന്ന വർത്താനം നിങ്ങളിപ്പോൾ കേട്ടത്. അപ്പോൾ ഇവരോട് സംസാരിച്ചാൽ നമ്മുടെ വില തന്നെ പോകും. ആ രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. സോ ഇനി ഞാൻ ഈ തള്ളനെ റിയാക്ട് ചെയ്യില്ല. തള്ള ഈ വീഡിയോ എടുത്തിട്ട് വേറെ എന്തെങ്കിലും ഡയലോഗ് അടിച്ചിട്ട് വരും, പക്ഷെ ഞാൻ അത് റിയാക്ട് ചെയ്യാൻ പോകുന്നില്ല. കാരണം ഷീ വോണ്ടഡ് റീച്ച് എന്ന് എനിക്ക് മനസ്സിലായി. സോ ഞാൻ ഇനി അവരെ റിയാക്ട് ചെയ്യില്ല. അവർ എന്തൊക്കെ വന്നിരുന്ന ഡയലോഗ് അടിച്ചാൽ, എന്തൊക്കെ തെറി വിളിച്ചാലും, എൻ്റെ വീട്ടിൽ ഇരിക്കുന്നവരെ തെറി വിളിച്ചാലും ഞാൻ തിരിച്ചൊന്നും പറയാൻ നിൽക്കത്തില്ല. കാരണമൊന്നുമില്ല, അവർക്ക് അത്ര നിലവാരമുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. വേറെ ഏതെങ്കിലും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ, അത്രയും ക്വാളിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ തിരിച്ച് റിയാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ പോകാനോ. പക്ഷേ ഇവരെ ഞാനൊരു കണ്ടന്റ് ക്രിയേറ്ററോ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ എന്ത് സാധനമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. വെറുതെ നിന്ന് കൊണയടിച്ച് പൊട്ടൊക്കെ തൊട്ട് വലിയ മാലയിട്ട് വരുന്ന ഒരു ആൻഡ് നോ ബോഡി ഷെയിമിങ്. ബട്ട് ടു ബി ഓണസ്റ്റ്, ഇവർ വന്നിരുന്ന വീഡിയോയിൽ ഇരിക്കുന്ന കോലം കാണുമ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇവരുടെ വീഡിയോയിൽ തന്നെ എന്തുമാത്രം പുച്ഛമാണ് അവരുടെ മുഖത്ത് നിങ്ങൾ കാണുന്നത്. ഈ സ്ക്രീൻഷോട്ടിൽ നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക, അവരുടെ മുഖഭാവങ്ങൾ നിങ്ങൾ നോക്കിക്കുക. അവരുടെ മുഖഭാവത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അവരൊരു ഞാൻ പറയുന്നില്ല, ഞാൻ അവരെ പോലെ പച്ചയ്ക്ക് പറയുന്നില്ല, ബട്ട് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. സോ അത്രേ ഉള്ളൂ. ഇനി തള്ളനെ റിയാക്ട് ചെയ്യത്തില്ല. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് ഓൾസോ അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. സോ എനിക്ക് ഇങ്ങനെ ഒരു ബെറ്റിംഗ് സൈറ്റിൻ്റെ സംഭവം വന്നിട്ടുണ്ടായിരുന്നു. 1xbet എന്നാണ് സൈറ്റിൻ്റെ പേര്. അപ്പം ഇതിൽ കയറി പൈസ ഇട്ടാൽ നിങ്ങൾക്ക് പൈസ കിട്ടുന്ന ഒരു ഗ്യാരൻറ്റിയും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ പൈസ ഇടാണ്ടിരിക്കുക. ആൻഡ് എൻ്റെ കോഡ് ഉപയോഗിച്ചാൽ പൈസ കിട്ടും, അല്ലെങ്കിൽ ഇതാവും, നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും എന്നൊക്കെ പറയും. ബട്ട് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടത്തില്ല. ആൻഡ് ഓൾസോ ഇതുവഴി നിങ്ങൾക്ക് സൈറ്റ് സെക്യൂർ ആണ്, സേഫ് ആണ്, 24 hour ക്യാഷ് ഡിപ്പോസിറ്റ് ഉണ്ട്. മാത്രമല്ല അവർ 24 hours അവൈലബിൾ ആണ്. ആൻഡ് ഇത് മറ്റേ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്കും അല്ലാത്തവർക്കും ഒക്കെ കളിക്കാൻ പറ്റുമെന്ന് പറയും. ബട്ട് ഞാനിതൊരിക്കലും ഒരാൾക്ക് സജസ്റ്റ് ചെയ്യത്തില്ല. സോ ഇങ്ങനത്തെ ഒന്നും സൈറ്റിൽ നിങ്ങൾ കയറാണ്ടിരിക്കുക. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. ചാച്ച ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.